വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്തിട്ടുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, ഇത് വലിയൊരു പ്രശ്നമാണ്, വലിയ ഗൗരവ സ്വഭാവത്തിലുള്ള പ്രശ്നമാണ്. എന്താണ് അവിടെ ഈ സുഗന്ധഗിരിയിൽ സംഭവിച്ചത്? താങ്കളുടെ ശ്രദ്ധയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഇങ്ങനെ ഒരു പൂർണ്ണമായ ഒരു PHCയുടെ പ്രവർത്തനം ഒരു സ്കൂളിലേക്ക് മാറ്റിയതിന്റെ സാഹചര്യം എന്താണ്? അവിടെ ഇപ്പോൾ സ്കൂൾ തുറന്നു, എന്നിട്ട് പോലും അവിടെ നിന്ന് തിരികെ മാറ്റുന്നില്ല എന്നത് വലിയ ഗൗരവ സ്വഭാവമുള്ള കാര്യമാണ്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. എന്താണ് ഈ സുഗന്ധഗിരിയിലെ യഥാർത്ഥ പ്രശ്നം? സുഗന്ധഗിരിയിൽ നിലവിലുണ്ടായിരുന്ന PHSE കെട്ടിടം കാലഹരണപ്പെടുകയും അത് പകരം പുതിയൊരു കെട്ടിടം നല്ല 1 കോടി രൂപയോളം എന്നാണ് എനിക്ക് തോന്നുന്നത്, അത്രയും തുക അനുവദിച്ചുകൊണ്ട് ഒരു PHSE കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ PHSEയുടെ പ്രവർത്തനം താൽക്കാലികമായി ഒരു വീട്ടിൽ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഒരു വീട് കേന്ദ്രീകരിച്ച് 1 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചു. ആ വീട്ടിലെ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അത് നമുക്കൊരു ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടത്. പക്ഷെ അവർ വീണ്ടും തിരിച്ച് 50 ഏക്കറിൽ നിന്നും അങ്ങോട്ട് തിരിച്ചു വന്നു. അപ്പൊ അവിടെ നിന്ന് PHSE മാറ്റേണ്ട സാഹചര്യം വന്നു. അന്ന് വളരെ പെട്ടെന്ന് PHSE അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ടാണ് വൃന്ദാവൻ LP സ്കൂളിന്റെ സൗകര്യം താൽക്കാലികമായി ഉപയോഗിക്കാനുള്ള ഒരു ധാരണ ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും അടക്കമൊക്കെ ഇരുന്ന് തീരുമാനിക്കുന്നത്. അവിടെ നിന്ന് വൃന്ദാവന സ്കൂളിൽ വെക്കേഷൻ സമയത്തായതുകൊണ്ട് കുട്ടികളില്ലാത്തതുകൊണ്ട് ഇത് പ്രയാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ ഓപ്പൺ ചെയ്തപ്പോഴും ഈ PHSE അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് തന്നെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അധികം താമസിക്കുന്ന ഒരു മേഖലയാണ്. ആ പ്രത്യേക PHSE ആണത്. കാരണം 2 വാർഡിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു PHSE ആണത് പൊഴുതന പഞ്ചായത്തിന് കീഴിലുള്ളത്. മറ്റൊരു PHSE പൊഴുതന പഞ്ചായത്തിൽ വേറെ നിലവിലുണ്ട്. പക്ഷെ ഈ ഒരു മേഖലയിൽ പ്രത്യേകമായുള്ളൊരു PHSE ആണ്. അപ്പൊ അത് സ്കൂളിലേക്ക് താൽക്കാലികമായി വെക്കേഷൻ സമയത്ത് വന്നു. അത് സ്കൂൾ തുറക്കുമ്പോൾ മാറും എന്നുള്ളതായിരുന്നു PTA അധ്യാപകരുടെയും വിദ്യാഭ്യാസ വകുപ്പ് കണക്കാക്കിയിരുന്നത്. പക്ഷെ സ്കൂൾ ഓപ്പൺ ചെയ്തത് മാറിയില്ല. അതിന് തുടർന്നാണ് സുർജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇതിനെ മാറാൻ ഉള്ള നടപടികൾ ആരംഭിച്ചു. അപ്പൊ അതിൽ തന്നെ പങ്കെടുത്ത ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പ്രതിനിധി തന്നെ ആ യോഗത്തിൽ ഈ സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും ഒക്കെ വരാനുള്ള സാധ്യതയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആ മീറ്റിംഗ്. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറൊക്കെ പങ്കെടുത്തു. പക്ഷെ അത് മാറ്റാൻ തീരുമാനിച്ചു. 7-ാം തീയതിക്കകം കഴിഞ്ഞ 7-ാം തീയതിക്കകം മാറ്റും എന്നുള്ള രീതിയിലാണ് ആ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ അതിനുശേഷവും ഇത് മാറ്റുന്ന നടപടികൾ ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞ് ജില്ലാ മെഡിക്കൽ ഓഫീസർ DMOമായി സംസാരിച്ചപ്പോൾ അവിടെ 2 രീതിയിൽ ഇനി അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് പോലെ ഡോക്ടർമാർ വന്ന് അവിടെ ക്യാമ്പ് നടത്തി മെഡിസിൻ കൊടുക്കുന്ന രീതിയിൽ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു മെഡിസിന്റെ റൂം മാത്രം എവിടെയെങ്കിലും ക്രമീകരിച്ചാൽ മതി. ഡെയിലി ക്യാമ്പിൽ ഡോക്ടർമാർ വന്ന് രോഗികളെ പരിശോധിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സെമി പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്തിക്കൊണ്ട് അവരെ അങ്ങോട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ സ്കൂളിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രശ്നം പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമുള്ളൊരു സ്കൂളാണത്. അവർക്ക് അവരുടേതായ ഒരു പ്രൈവസി ഇല്ലാതെയാവുന്നുണ്ട്. അധ്യാപകർക്ക് പ്രയാസം ഉണ്ടാവുന്നുണ്ട്. അല്ല, ശ്രീ സംഷാദ് മരക്കാർ, താങ്കൾ ആ ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ പ്രശ്നങ്ങളെല്ലാം താങ്കൾക്ക് അറിയാവുന്നതുമാണ്. ഒരു സ്കൂൾ തുറക്കുന്നതിന് മുൻപേ തന്നെ അവിടെ താൽക്കാലികമായി ഇത്തരത്തിൽ PHC പ്രവർത്തിച്ചെങ്കിൽ അത് മാറ്റുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. അവിടെ ഒരു അലംഭാവം എന്തുകൊണ്ടുണ്ടായി? ഈ പറയുന്നത് പോലെ ഈ കഴിഞ്ഞ ആഴ്ച മാത്രമാണോ ഇത്തരം ഒരു മീറ്റിംഗ് കൂടേണ്ടത്? അല്ലെങ്കിൽ 7-ാം തീയതിക്കുള്ളിൽ മാറ്റുമെന്ന് പറയേണ്ടത്? സ്കൂൾ തുറക്കുന്നതിന് മുൻപേ തന്നെ മാറ്റേണ്ടതായിരുന്നു. അവിടെ അത്തരം സൗകര്യങ്ങൾ ഇല്ലായെങ്കിൽ പോലും. ഇതിപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അത് എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് അങ്ങനെ ഒരു അലംഭാവം അവിടെ ഉണ്ടായത്? തീർച്ചയായും താങ്കൾ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. പക്ഷെ അവിടെ PHSE സ്കൂളിലേക്ക് പ്രവർത്തിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയത് ജില്ലാ കളക്ടറാണ്. അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിച്ചെടുത്ത തീരുമാനം അല്ല. 1. 2, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗത്തിലും ഒരു മീറ്റിംഗിലോ ഞാൻ പങ്കെടുത്തിട്ടുമില്ല. ഇത് പ്രാഥമികമായി എന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറെയും ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണ് ഈ വിവരം ഞാൻ തന്നെ അറിയുന്നത്. ഇത് അവിടെ എടുത്തൊരു തീരുമാനം അവിടെ പ്രാദേശികമായി പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ, വിദ്യാഭ്യാസ വകുപ്പ്, കളക്ടർ ഇവരെടുത്ത തീരുമാനമാണ്. അപ്പൊ ഇത് എടുത്ത ആളുകൾ തന്നെയാണ് ഇത് മാറ്റാനുള്ള നടപടി എടുക്കേണ്ടത്. പക്ഷെ മാറ്റാനുള്ള നടപടി എടുത്തിട്ടില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 7-ാം തീയതിക്കകം മാറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു. അദ്ദേഹവും സമ്മതിച്ചു. അത് മാറ്റാനുള്ള നടപടി നിർദ്ദേശം ആരോഗ്യ വകുപ്പിന് കൊടുത്തു. പക്ഷെ ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരെയും വിളിച്ചു. ഇത് മാറ്റണം അടിയന്തരമായ സ്കൂളിൽ നിന്ന് എന്ന് പറഞ്ഞു. അവര് പറയുന്നത് ഇതിന്റെ പ്രയാസങ്ങളാണ്. അത് പ്രയാസങ്ങൾ പറയുക എന്നുള്ളതല്ല, അതിനകത്ത് ഈ തീരുമാനമെടുത്ത ആളുകൾ തന്നെ
അപ്പൊ ജില്ലാ കലക്ടർ കൊടുത്ത ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ PHSC വന്നത് എന്നാണ് സ്കൂൾ അധികൃതരും പറയുന്നത്. അപ്പൊ ആ നിർദ്ദേശം കൊടുത്ത ആളുകൾക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി പൂർത്തിയാക്കണമെങ്കിൽ സ്കൂളിൽ നിന്ന് അത് മാറ്റുക എന്നുള്ളത്. അത് മാറ്റണമെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അത് കൂട്ടായി ആലോചിക്കാൻ നമ്മൾ അതന്നെയാണ് താങ്കൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യമാണ്. കൂട്ടായി എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത്. അതിന് എന്താണ് ഒരു കാലതാമസം? ഇപ്പൊ താങ്കൾക്ക് തന്നെ ജില്ലാ കളക്ടറെ ബന്ധപ്പെടാൻ കഴിയുന്നതല്ലേ? താങ്കൾ ഇതെല്ലാം ഒരു ഒറ്റ സംവിധാനത്തിന്റെ ഭാഗമല്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് കുട്ടികളുടെയും അവിടുത്തെ രക്ഷിതാക്കളുടെയും ഒക്കെ ആശങ്കകൾ പരിഹരിക്കേണ്ടതല്ല. അതിൽ എന്ത് ഇടപെടൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് നടത്താൻ കഴിയും? തീർച്ചയായും ഞാൻ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് സംസാരിക്കുകയും ആ DMO ആയിട്ട് സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. ജില്ലാ കലക്ടറുമായിട്ട് ഇന്ന് തന്നെ സംസാരിക്കും. സ്കൂൾ അവിടെ നമ്മളൊരു വാക്കാല നിർദ്ദേശത്തിന്റെ പുറത്ത് സ്കൂളിൽ ഒരു PHSC പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തത് ഞാൻ അറിഞ്ഞിട്ടല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ ചെയ്യുന്ന പ്രവൃത്തി ശരിയായതല്ല. കാരണം സ്കൂളിലല്ല PHSC പ്രവർത്തിക്കേണ്ടത്. PHSCക്ക് PHSCയുടെ സൗകര്യങ്ങൾ കൊടുക്കണം. പിന്നെ ഒരു വർഷം മുമ്പ് അവിടെ ഒരു PHSC കെട്ടിടത്തിനുള്ള ഫണ്ട് പാസ്സായതാണ്. പിന്നെ അതിന്റെ പണത്തിന്റെ ലഭ്യതയും അതിന്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റും ഒക്കെ ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഇനിയും ഒരു വർഷം കഴിയും അവിടെ ഒരു PHSC കെട്ടിടം വരാൻ. ഈ ഒരു വർഷവും ഇതേ രീതിയിൽ PHSC ഒരിക്കലും അവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല. അത് അടിയന്തരമായി അവിടെ നിന്ന്, എന്നാൽ അവിടുത്തെ ആളുകൾക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഏത് രീതിയിലാണോ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ അവിടെയുള്ള ആളുകളോട് സംസാരിച്ച് പഞ്ചായത്തും ഇടപെട്ട് ജില്ലാ കലക്ടറും ഇടപെട്ടാൽ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. അതിലാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സെമി പെർമനന്റ് ആയ രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ നമുക്ക് അവിടെ നടത്താൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. സ്കൂളിനകത്ത് രണ്ടുപേർക്കും, കുട്ടികൾക്കും അത് പ്രയാസമാണ്, അവിടെയുള്ള ഡോക്ടർമാർക്കും അത് പ്രയാസമാണ്. രണ്ടുപേർക്ക് ഈ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ തീരുമാനം എടുത്തതും നടപ്പിൽ വരുത്തിയതിലും ജില്ലാ ഭരണകൂടത്തിൽ എടുത്ത തീരുമാനമാണെങ്കിൽ ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ശരി, എങ്കിലും എന്തായാലും ജില്ലാ കളക്ടറുമായി താങ്കൾ ഇന്ന് തന്നെ സംസാരിക്കുമെന്ന് താങ്കൾ പറഞ്ഞതിൽ അത് സ്വാഗതം ചെയ്യുന്നു. അതിലൊരു തീരുമാനം പെട്ടെന്ന് തന്നെ ഉണ്ടാകട്ടെ. നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ച ശ്രീ സംഷാദ് മരക്കാർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.